വെൽക്കം ടു പാർട്ട് 5 ഓഫ് UPSC Prelims PYQ സീരീസ് ആണെന്ന് വേണം നമുക്ക് പറയാം. ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റിയുടെ ഒരു നെസസിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് ഇൻഡെപ്ത് കറണ്ട് അഫെയർ നോളജ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. India accounts for a very large portion of all equity option contracts traded globally, thus exhibiting a great boom. India's stock market has grown rapidly in the recent past, even overtaking Hong Kong's at some point of time. There is no regulatory body either to warn the small investors about the risk of options trading or to act on unregistered financial advisors in this regard. ഇതിൽ എത്രത്തോളം എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റും എത്രത്തോളം ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റും ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ നമുക്ക് ഇത് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആദ്യം നമുക്കിതിനെ എലിമിനേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ അക്കൗണ്ട് ഫോർ എ വെരി ലാർജ് പോർഷൻ ഓഫ് ഓൾ ഇക്വിറ്റി ഓപ്ഷൻ കോൺട്രാക്ട് ട്രേഡഡ് ഗ്ലോബലി. ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷേ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയുന്നില്ല, നമുക്കതിൻ്റെ വാല്യൂ അറിയുന്നില്ല എന്ന് വയ്ക്കാം. എല്ലാ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റും തെറ്റാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ നിർത്തിക്കൊണ്ട് നോക്കാം. ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റ് ഹാസ് ഗ്രോൺ റാപ്പിഡ്ലി ഇൻ ദ റീസെന്റ് പാസ്റ്റ്, ഈവൻ ഓവർടേക്കിംഗ് ഹോങ്കോങ്സ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. അത് നമുക്ക് സ്പെസിഫിക്കലി അറിയണം എന്ന് ഉറപ്പുണ്ടാവില്ല. കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റ് അത്രയും ക്ലോസ്ലി വാച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമുക്ക് അതിൽ ക്ലിയർ കട്ട് നോളജ് ഉണ്ടാവണമെന്നില്ല. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ദർ ഈസ് നോ റെഗുലേറ്ററി ബോഡി either to warn the small investors about the risk of option trading or to act on unregistered financial advisors. ഒരു വാൺ ചെയ്യാനോ അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനെതിരെ ആക്ട് ചെയ്യാനോ ഒരു ബോഡി പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ട്രീം അല്ലേ. നമുക്ക് സെബി ഉണ്ട്, സെബിയുടെ വാർണിങ്സ് വരാറുണ്ട്, RBIയുടെ വാർണിങ്സ് വരാറുണ്ട്. ലോൺ ആപ്പീസിൻ്റെ ഒക്കെ കേസ് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് പലപ്പോഴും ഫിനാൻഷ്യൽ റിലേറ്റഡ് ലിറ്ററസി പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഒരു റെഗുലേറ്ററി ബോഡി ഇല്ല എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ 3 ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എലിമിനേറ്റ് ചെയ്താൽ സിംപ്ലി നമുക്ക് ആൻസറിലേക്ക് വരാം. 1 and 2. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റ് ഹാസ് ഗ്രോൺ റാപ്പിഡ്ലി ഇൻ ദ റീസെന്റ് പാസ്റ്റ് ഈവൻ ഓവർടേക്കിംഗ്. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് ഹോങ്കോങ്ങിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇന്ത്യയുടെ ഓപ്ഷൻ ട്രേഡിംഗ് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം മൊത്തത്തിൽ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇക്വിറ്റി ഓപ്ഷൻ കോൺട്രാക്ട് ട്രേഡിങ്ങിൽ NSEയുടെ 2023 ഡേറ്റ പ്രകാരം ഗ്ലോബലി ഉള്ള ഇക്വിറ്റി ഓപ്ഷൻ കോൺട്രാക്ട് ട്രേഡിങ്ങിൻ്റെ 80%ഉം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്സിലാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫാക്ച്വലി റൈറ്റ് ആണ്. പക്ഷേ ഫാക്ച്വലി സ്റ്റേറ്റ്മെൻറ്റ് അത്രയും അറിയാൻ കഴിഞ്ഞില്ലേ കൂടിയും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 3 വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും.